നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിനെ കാണിക്കുമല്ലോ. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവർ മരുന്നിന് എഴുതി തരും. മിക്ക ഡോക്ടേഴ്സ് നമുക്ക് മരുന്ന് എഴുതി തരുത്ത് ഷീറ്റിൽ എഴുതി തരുമ്പോൾ നമ്മളത് വായിച്ചു നോക്കും. കുറെ ഡോക്ടേഴ്സിന്റെ ഒന്നും തീരെ മനസ്സിലാവലില്ല. പക്ഷെ എന്താ പറയുക, ചിലതൊക്കെ മനസ്സിലാവണതും ഉണ്ട് കേട്ടോ. പക്ഷെ മെജോറിറ്റി മനസ്സിലാവാത്തതാണ്. അപ്പൊ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കലുണ്ടല്ലോ. പക്ഷെ ഇത് ഒരാൾക്ക് മാത്രം വായിക്കാൻ കഴിയുള്ളൂ. അത് ഫാർമസിസ്റ്റിനാണ് അല്ലേ? അതെ. പക്ഷേ ഫാർമസിസ്റ്റ് അല്ലാതെ ഒരാൾക്കും കൂടി ഇത് വായിക്കാം. ഓഗസ്റ്റ് AI എന്നുള്ളൊരു ബോട്ടാണ്, ജസ്റ്റ് ഒരു വാട്സപ്പ് ബോട്ടാണ്. നമുക്കൊരു ആപ്പോ അല്ലെങ്കിൽ നമുക്ക് ഒരു വെബ്സൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക വാട്സപ്പ് ബോട്ടാണ്. ഈ നമ്പർ ഞാൻ മേലെ ഒരു നമ്പർ കൊടുക്കുക. ഈ നമ്പർ നമ്മൾ ഓഗസ്റ്റ് AI എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിലേക്ക് മെസ്സേജ് അയക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ല, ആ പ്രിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ട്രാൻസ്ലേറ്റ് പ്രിസ്ക്രിപ്ഷന് നമ്മൾ മെസ്സേജ് അയച്ചിട്ട് അതിലേക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അവർക്ക് വായിക്കാൻ കഴിയുന്ന പ്രിസ്ക്രിപ്ഷൻസ് ആണ്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണത് എന്നുള്ളത് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഡെഫിനിഷൻ പോലെ എന്ത് ചെയ്യും നമുക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അസുഖം എന്താണോ അത് വേണമെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മേ ബി അതിനുള്ള ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. സോ ഒരു സിമ്പിളായിട്ട് നമുക്കൊരു ആപ്പോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ ഒന്നും വേണ്ടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു എന്താ വാട്സപ്പ് ബോട്ടാണ്. ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വായിച്ച് നോക്കാൻ ഇൻട്രസ്റ്റഡ് ആണ്. ജസ്റ്റ് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പകരമുള്ള ഒരു ഈസി മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മൾ പേജ് ആയ കെൻമി ഡിജിറ്റൽ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യും.